വർണ്ണവിളക്കുകളുടെയും മധുരപലഹാരങ്ങളുടെയും ആഘോഷമാണ് ദീപാവലി. എന്നാൽ മധ്യപ്രദേശിൽ ഈ വർഷത്തെ ദീപാവലി ആഘോഷങ്ങൾക്ക് ഒരു ദുരന്തത്തിന്റെ കറുപ്പ് നിറമാണ്. കാർബൈഡ് ഗൺ എന്ന പേരിൽ വിറ്റഴിച്ച കളിപ്പാട്ടം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉപകരണം സംസ്ഥാനത്തുടനീളം 300-ലധികം കുട്ടികളുടെ കണ്ണിന് ഗുരുതരമായ പരിക്കേൽപ്പിച്ചു. അതിൽ 10-ലധികം പേർക്ക് കാഴ്ച നഷ്ടമായതായാണ് റിപ്പോർട്ട്. കളിപ്പാട്ടം എന്ന വ്യാജേന വിറ്റഴിക്കപ്പെടുന്ന ഈ രാസായുധം എങ്ങനെയാണ് ഇത്രയധികം ദുരന്തം വിതച്ചത്? എന്താണ് ഈ കാർബൈഡ് ഗണ്ണുകൾ? എന്തുകൊണ്ടാണ് ഇത് കേവലം ഒരു താൽക്കാലിക ട്രെൻഡിനപ്പുറം ഒരു പൊതുജനാരോഗ്യ പ്രതിസന്ധിയായി മാറുന്നത്? പരിശോധിക്കാം. കാർബൈഡ് ഗൺ എന്നത് കാണാൻ ലളിതമാണെങ്കിലും അതീവ അപകടകാരികളാണ്. ഇത് സാധാരണയായി പ്ലാസ്റ്റിക്കോ ലോഹമോ കൊണ്ടുള്ള ഒരു പൈപ്പ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇതിനുള്ളിലേക്ക് വളരെ ചെറിയ അളവിൽ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തു നിക്ഷേപിക്കുന്നു. ഒരു ലൈറ്ററോ അല്ലെങ്കിൽ തീപ്പൊരി ഉണ്ടാക്കുന്ന മറ്റ് ഘടകങ്ങളോ ഇതിനോടൊപ്പം ഘടിപ്പിച്ചിരിക്കും. ഇനി ഇതിൻ്റെ പ്രവർത്തനം കൂടി ഒന്ന് നോക്കാം. കാൽസ്യം കാർബൈഡിലേക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കുമ്പോൾ അത് അതിവേഗം രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അസറ്റിലീൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കും. ഈ അസറ്റിലീൻ ഗ്യാസ് തീപ്പൊരിയുമായി കൂടിച്ചേരുമ്പോൾ ശക്തമായ ഒരു പൊട്ടിത്തെറിയാകും ഉണ്ടാവുക. ഈ സ്ഫോടനം ഏതാണ്ട് പടക്കത്തിൻ്റെതിന് സമാനമായ ശബ്ദമുണ്ടാക്കും. എന്നാൽ ഈ സ്ഫോടനം കേവലം ശബ്ദത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ പൈപ്പിൻ്റെയോ ഗണ്ണിൻ്റെയോ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ലോഹഭാഗങ്ങൾ ചീളുകളായി പൊട്ടിത്തെറിക്കും. ഈ ചീളുകളാണ് തോക്ക് ഉപയോഗിക്കുന്ന കുട്ടികളുടെ കണ്ണിലേക്കും മുഖത്തേക്കും തുളച്ചു കയറുന്നത്. മധ്യപ്രദേശിൽ നാടൻ പടക്കത്തോക്ക് എന്ന പേരിൽ 150 മുതൽ 200 രൂപ വരെ വിലയ്ക്കാണ് വഴിയോര കച്ചവടക്കാർ ഇത് വിറ്റഴിച്ചത്. പേര് കളിപ്പാട്ടമെന്നൊക്കെ ആണെങ്കിലും ഉള്ളിലുണ്ടായിരുന്നത് നിയന്ത്രിതമല്ലാത്ത സ്ഫോടന വസ്തു. ഭോപ്പാൽ, ഗ്വാളിയാർ, വിദിഷ, ഇൻഡോർ തുടങ്ങി നിരവധി നഗരങ്ങളിലാണ് കുട്ടികളുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളുടെ കണ്ണിന് പുറമേയുള്ള സുതാര്യ ഭാഗമായ കോർണിയയ്ക്കാണ് തകരാർ സംഭവിച്ചത്. ഒപ്പം സ്ഫോടനത്തിൽ ചിതറിയ ചീളുകൾ കണ്ണിൽ തുളച്ചു കയറുകയും റെട്ടിനയിൽ തകരാറുകൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. മുഖത്തും കണ്ണിൻ്റെ ചുറ്റുമുള്ള ചർമ്മത്തിലും രൂക്ഷമായ പൊള്ളലേറ്റ കേസുകളുമുണ്ട്. ചില കുട്ടികളിൽ സ്ഫോടനത്തിൻ്റെ ആഘാതം കാരണം കൃഷ്ണമണി പൂർണ്ണമായി പൊട്ടിത്തെറിച്ചു. ഇവരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. സോഷ്യൽ മീഡിയ റീലുകളിലൂടെയാണ് ഈ തോക്കിന് വളരെ വേഗം തന്നെ വൻ പ്രചാരണം ലഭിച്ചത്. ഫയർ ക്രാക്കർ ഗൺ ചലഞ്ച് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ഈ ദൃശ്യങ്ങൾ ഈ തോക്കുകൾ വീട്ടിൽ തന്നെ നിർമ്മിക്കാനും അത് പൊട്ടിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാനും കുട്ടികൾക്ക് പ്രചോദനമായി. സാങ്കേതിക വിദ്യയുടെ ഈ യുഗത്തിൽ ഇന്റർനെറ്റിൽ കാണുന്ന അപകടകരമായ വെല്ലുവിളികൾ തിരിച്ചറിയാനും അതിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്താനും രക്ഷകർത്താക്കൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞതോടെ മധ്യപ്രദേശ് സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു. സംസ്ഥാനത്തുടനീളം ഈ കാർബൈഡ് ഗണ്ണുകളുടെ വിൽപ്പന, വാങ്ങൽ, സംഭരണം എന്നിവ പൂർണ്ണമായി നിരോധിച്ച് ഉത്തരവിറക്കി. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചു. ഈ തോക്കുകളുടെ ഉപയോഗശൂന്യമായ പൈപ്പുകളോ തുരുമ്പെടുത്ത ബാരലുകളോ വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോഴോ വീണ്ടും ഉപയോഗിക്കുമ്പോഴോ സ്ഫോടനം സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്നാണ് റിപ്പോർട്ട്. ദീപാവലി ആഘോഷങ്ങളുടെ ആവേശത്തിൽ അപകടകരമായ വഴികൾ തേടുന്നത് എത്രത്തോളം വിനാശകരമാണെന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കളിപ്പാട്ടങ്ങളും സ്ഫോടക വസ്തുക്കളും തമ്മിലുള്ള അതിർവരമ്പ് മായുമ്പോൾ അതിൻ്റെ ഇരകളാകുന്നത് നമ്മുടെ കുട്ടികളാണ്. മാതാപിതാക്കളും രക്ഷകർത്താക്കളുമാണ് അധ്യാപകരും രക്ഷകർത്താക്കളുമാണ് ഇതിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടത്. കുട്ടികൾ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതുമായ ഉൽപ്പന്നത്തിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അവരുടെ കടമയാണ്. വിനോദത്തിന് വേണ്ടി ഒരു നിമിഷം ഉണ്ടാക്കുന്ന ശബ്ദം ഒരു കുഞ്ഞിൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ളതായിരിക്കും.